നമുക്ക് നാടകശാലയിലേക്ക് കയറാം. അപ്പോൾ ഇതെല്ലാം ഈ കൊട്ടാരത്തിൻ്റെ ഓരോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോ ഏരിയാസാണ്. അപ്പോൾ ഓരോന്നിനും ഒരു സ്റ്റോറി ഉണ്ട്. ഇപ്പോൾ പുത്തൻമാലയിൽ സ്റ്റോറി പോലെ പഴയ മാളിക, ചിത്രശാല, ഇനി നാടകശാല. അപ്പോൾ നാടകശാലയ്ക്ക് ഒരു കഥയുണ്ട്, വരൂ. ആ കഥ നമുക്കിതിനകത്ത് ഇരുന്നു കൊണ്ട് പറയാം. ശാല എന്നുള്ള പേര് കൊണ്ട് തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. നാടകം നടത്തുന്ന എന്നുള്ളത് അല്ല, കലാപരമായ എല്ലാ കലാരൂപങ്ങളും ഇവിടെ ഒരു കാലത്ത് ഇന്നുകൊണ്ട് അന്ന് സജീവമായിരുന്നു. എല്ലാ സായം സന്ധ്യകളും കലയുടെ കേളിക്കൊട്ടായിരുന്നു ഇവിടെ. അപ്പം സ്വാതി തിരുനാൾ മഹാരാജാവിൻ്റെ രാജസദസ്സിൽ വന്നിരുന്ന എല്ലാ കലാകാരന്മാരും അവിടുത്തെ കൊട്ടാരത്തിലെ പരിപാടി കഴിഞ്ഞാൽ ഇവിടെ വരും. ഇവിടെ ക്യാമ്പ് ചെയ്ത് കഥകളിയാവട്ടെ, കച്ചേരികളാവട്ടെ, നൃത്തനൃത്യങ്ങളാവട്ടെ, കൂത്താവട്ടെ, തുള്ളലാവട്ടെ, എല്ലാം ഇവിടെ അരങ്ങേറിയതൊരു കാലം ഉണ്ടായിരുന്നു. ഇവിടെ ഗംഭീരരായ കലാകാരന്മാർ ഇന്ത്യയുടെ പല ഭാഗത്തും ഇവിടെ വന്ന് പെർഫോം ചെയ്യുമായിരുന്നു. അന്ന് ഇവിടെ ഇപ്പോൾ ചിത്രശാല ഇരുന്ന പോലെ ഇവിടെ ഒരു പരവതാനിയും ഇരിക്കും. മൈക്കൊന്നും വേണ്ട, ഇതിൻ്റെ അക്കോസ്റ്റിക് നോക്കൂ. ഇതിൻ്റെ ഒരു നമ്മൾ അവിടെ നിന്ന് സംസാരിച്ച പോലെയല്ല, ഇതിനകത്ത് കയറുമ്പോൾ നമ്മുടെ വോയിസ് ഔട്ട്പുട്ട് ഓട്ടോമാറ്റിക്കലി അത് എല്ലാ ഏരിയയിലും കിട്ടുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ. അപ്പോൾ അവിടെ പരിപാടികൾ നടക്കുമ്പോൾ നമ്മുടെ ആണുങ്ങളായ പുരുഷന്മാരായ കുടുംബാംഗങ്ങൾ ഇവിടെ ഇരിക്കും, സ്ത്രീകളും കുട്ടികളും അതിനകത്തിരിക്കും. ആ ഡോറടയ്ക്കും, ജനൽ വഴിയാണ് അന്ന് കണ്ടുകൊണ്ട്. അന്നത്തെ കാലം അങ്ങനെയാണ്, ഇന്ന് അങ്ങനെയല്ല. അന്ന് അതിനൊക്കെ ഒരു ചില രീതികളുണ്ടായിരുന്നു. അപ്പോൾ അത്തരം കലാരൂപങ്ങൾ അവതരിപ്പിച്ച സ്ഥലമാണ് നാടകശാല. ഇനി ഇതിന് വേറൊരു വലിയ പ്രത്യേകതയുണ്ട്. ഈ മഹാന്മാരായ ആൾക്കാർ, കലാകാരന്മാർ വരുന്നതിനിടയ്ക്ക് ഒരു കലാകാരനെ കുറിച്ച് പറയേണ്ടി വരുന്നു. അതാണ് സാക്ഷാൽ ഷഡ്കാല ഗോവിന്ദമാരാർ. അപ്പോൾ ഷഡ്കാല ഗോവിന്ദമാരാർ ഇവിടെ വന്നിരുന്ന് പാടുമായിരുന്നു. ഗോവിന്ദമാരാരെ കുറിച്ച് ഞാൻ പറയാതെ അറിയാം. ഗോവിന്ദമാരാർ എന്നുള്ള പേരിന് ഈ ഷഡ്കാല ടൈറ്റിൽ കൊടുക്കുന്നത് സ്വാതിനാൾ മഹാരാജാവാണ്. സ്വാതിനാൾ മഹാരാജാവ് ആയതിനു ശേഷം അദ്ദേഹത്തിൻ്റെ രാജസന്നിധിയിൽ വളരെ പ്രധാനപ്പെട്ട 3 രത്നങ്ങൾ ഉണ്ടായിരുന്നു. ഒരു രത്നം ഗുരുവായിരുന്ന ഇരേമൻ തമ്പി. ഓമന തിങ്കൾ കിടാവോ നല്ല കോമല താമര. ഈ താരാട്ട് പാട്ട് സ്വാതിനാൾ മഹാരാജാവിനെ ഉറക്കുന്നതിന് വേണ്ടിയിട്ട് രചിച്ച ആ ഗുരുനാഥൻ ഇരേമൻ തമ്പി ആസ്ഥാന കവിയായിട്ട് വെച്ചു. സ്വാതിനാൾ മഹാരാജാവ്. രണ്ടാമൻ ഷഡ്കാല ഗോവിന്ദമാരാർ ആസ്ഥാന ഗായകനാക്കി. മൂന്നാമൻ കരീന്ദ്രൻ തമ്പുരാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന രാജരാജവർമ്മ ചെറുണ്ണി കോയിൽ തമ്പുരാൻ എന്നും അറിയപ്പെടുന്ന വിദ്വാൻ കോയിൽ തമ്പുരാൻ, കിളിമാനോ കൊട്ടാരത്തിലെ കുടുംബാംഗം, സ്വാതിനാളിൻ്റെ രാജസന്നിധിയിലെ ഈ 3 രത്നങ്ങൾ. അപ്പോൾ കരീന്ദ്രനിലേക്ക് വരാം. അതിനു മുൻപ് ഷഡ്കാല ഗോവിന്ദമാരാർ. അപ്പോൾ ഗോവിന്ദമാരാറും ഇവിടെ വന്നിട്ട് പാടുമായിരുന്നു. ഗോവിന്ദമാരാറിൻ്റെ ഒരു പ്രത്യേകത അറിയാമോ? ഷഡ്കാല 6 കാലത്തിൽ പാടാൻ കഴിവുള്ള ഒരു ഗായകൻ എന്നുള്ളത് കൊണ്ടാണ്, ആ പ്രത്യേകത ഉള്ളതുകൊണ്ടാണ് സ്വാതിനാൾ മഹാരാജാവ് ഷഡ്കാല എന്നൊരു ടൈറ്റിൽ കൊടുത്തത്. ഒരു കീർത്തനം അല്ലെങ്കിൽ ഒരു പാട്ട് എടുത്താൽ ഒരു ഡെഡ് സ്ലോ ലെവലിൽ, നമ്മൾ ഈ കാറുകൾക്കും പുതിയ വണ്ടികൾക്കും 6 ഗിയറൊക്കെ ഇല്ലേ, ഒരു ഗിയറിൽ ഫസ്റ്റ് ഗിയറിൽ ഇത്ര സ്പീഡിലേ പോകാൻ പറ്റുള്ളൂ, സെക്കൻഡ് ഗിയർ, തേർഡ് ഗിയർ അല്ലേ. ഇപ്പോൾ 6th ഗിയർ എന്നൊക്കെ പറഞ്ഞാൽ നല്ല റോഡ് ഉണ്ടെങ്കിൽ 6th ഗിയറിലൊക്കെ പറക്കാൻ പറ്റുള്ളൂ അല്ലേ എന്ന് പറയുന്ന പോലെ ഇങ്ങനെ പറഞ്ഞു കേൾക്കുക. എനിക്കങ്ങനെ തോന്നിയിട്ടുള്ളത്. ഒരു പാട്ടെടുത്താൽ അതൊരു ഡെഡ് സ്ലോ ലെവലിൽ നിന്ന് പതുക്കെ വളരെ വിളംബിത്ത കാലത്തിൽ തുടങ്ങി ഗ്രാജുവലി സ്പീഡ് കൂട്ടിക്കൂട്ടി 1-ാം കാലം, 2-ാം കാലം, 3-ാം കാലം, 4-ാം കാലം, 5-ാം കാലം, 6-ാം കാലത്തിലൊക്കെ പാടി നിർത്തുന്ന ആ രീതിയിലും പാടാൻ കഴിവുള്ള ആളാണ്. വലിയ പാടാണ്. നമുക്ക് 4-ാം കാലത്തിൽ തന്നെ പാടാൻ വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ മനുഷ്യനെ കൊണ്ട് അങ്ങനെ പറ്റുന്നില്ല. വലിയ വലിയ കലാകാരന്മാർക്കൊക്കെ പറ്റുള്ളൂ. 5-ാം കാലം, 6-ാം കാലം വലിയ പാടാണ്. അപ്പം അങ്ങനെ ഒരു കഴിവുള്ള ഗായകനാണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഇതൊക്കെ വായ്മൊഴിയായിട്ട് പറയുന്നതാണ്. അപ്പോൾ അദ്ദേഹം ഇവിടെ പാടിയിരുന്നു. പിന്നെ വേറൊരു കഥ കേൾക്കുന്നുണ്ട്. അത് പല രീതിയിൽ പറയണം. പക്ഷെ അത് ഈ നമുക്ക് ഈ ആധികാരികമായിട്ട് അങ്ങനെയാണോ വെച്ചെന്ന് എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. പക്ഷെ കേട്ടിട്ടുള്ളതാണ്. ത്യാഗരാജസ്വാമികൾ, മുത്തുസ്വാമി ദീക്ഷിതർ, ശ്യാമശാസ്ത്രികൾ 3 പേരും സ്വാതിനാളിൻ്റെ കാലഘട്ടത്തിൽ തന്നെയാണല്ലോ. അപ്പോൾ സ്വാതിനാൾ മഹാരാജ ഒരു തവണ പറഞ്ഞു ഗോവിന്ദമാരാരോട്, അങ്ങ് അവിടെ തഞ്ചാവൂർ അവിടെ ത്യാഗരാജസ്വാമികളുടെ അവിടെ പോയിട്ടും കൂടെ അവിടെയൊക്കെ ഒന്ന് പോയി പാടണം. ആവട്ടെ എന്ന് പറഞ്ഞ് ത്യാഗരാജസ്വാമികൾക്കും വലിയ സന്തോഷമായി. സ്വാതിനാളിൻ്റെ രാജസന്നിധിയിൽ നിന്ന് ഒരു ഗായകൻ വരുന്നു.
ഗോവിന്ദമാരാർ അവിടെ പോയി അവിടെ പാടി, ത്യാഗരാജരുടെ മുമ്പിൽ പാടി. ത്യാഗരാജരുടെ മുമ്പിൽ പാടിയപ്പോൾ ത്യാഗരാജർക്ക് അപ്പോഴാണ് മനസ്സിലാവും ഇത് ഗംഭീര നന്നായി പാടുന്നു, 6 കാലത്തിൽ ഒക്കെ പാടുന്നുണ്ട്. അപ്പം ആ ഒരു അദ്ദേഹത്തിനെ ബഹുമാനിച്ചുകൊണ്ട് എന്ന് പറയുന്നു. അതിൽ എത്രത്തോളം ഇതുണ്ടെന്ന് അറിയില്ല, കേട്ടിട്ടുള്ളതാണ്. അപ്പോഴങ്ങനെ വന്നപ്പോൾ ഒരു കീർത്തനം അങ്ങോട്ട് രചിച്ചു. ആര്? ത്യാഗരാജ സ്വാമികൾ. ത്യാഗരാജ സ്വാമികൾ ഒരിക്കലും മനുഷ്യരെ സ്തുതിച്ചുകൊണ്ടോ രാജാക്കന്മാരെ സ്തുതിച്ചുകൊണ്ടോ അങ്ങനെയൊന്നും എഴുതിയില്ല. അദ്ദേഹത്തിന് എല്ലാം രാമനാണ്, ശ്രീരാമനാണ്. പക്ഷേ ഒരുപക്ഷെ ഇദ്ദേഹത്തിന് ബഹുമാനിക്കാൻ വേണം. അപ്പോൾ എല്ലാവരിലും രാമനാണല്ലോ ഇരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ തൊഴുന്നത്, നമസ്കരിക്കുന്നത്? നമ്മൾ വി ആർ റെസ്പെക്റ്റിങ് ഈച്ച് അതർ. അത് ശരീരത്തിനെ മാത്രമല്ല, വ്യക്തിയെ മാത്രമല്ല, ഉള്ളിലിരിക്കുന്ന ആ ആത്മചൈതന്യത്തിനെ ആണല്ലോ, അതും കൂടെ ആണല്ലോ. അഹം ബ്രഹ്മാസ്മി തത്വമസി എന്നൊക്കെ അന്നേരം അങ്ങനെ കയറി പോകേണ്ടി വരും. അപ്പോൾ അത് അങ്ങനെ ഒരു കീർത്തനം അങ്ങോട്ട് രചിച്ചു. അത് ഇറ്റ്സ് വെരി പോപ്പുലർ. ഇതൊരു കേട്ടുകേൾവിയാണേ കേട്ടോ. അപ്പം ആ കീർത്തനം വളരെ പ്രശസ്തമാണ്. അത് നക്ഷത്രയ്ക്കും അറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കീർത്തനമാണ്. ആ കീർത്തനം ഉണ്ടാവാനൊരു സാഹചര്യം ഉണ്ടായത് ഇതാണെന്ന് പറയുന്നു കേട്ടോ. അതാണ് ఎందరో మహానుభావులు అందరికీ వందనాములు, ఎందరో మహానుభావులు అందరికీ వందనాములు, ఎందరో మహాను భావులు എന്നാണ് കേട്ടിട്ടുള്ളത്. എന്തരോ മഹാനുഭാവലു. അത് എത്രയോ മഹാനുഭാവനായ വ്യക്തി എന്നാൽ രാമനിലേക്ക് മാറുകയാണ് ശ്രീരാം എന്ന് ഇങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ട്. അത് എത്രത്തോളം വാസ്തവമുണ്ടെന്നൊന്നും എനിക്കറിയില്ല, ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് വായ്മൊഴിയായിട്ട്. അതിനെ എന്തരോ മഹാനൂർ രചിക്കുന്നതിന് വേറൊരു കാരണവുമായിട്ടും വേറെയും സ്റ്റഡീസ് നടന്നിട്ടുണ്ട്. ത്യാഗരാജസ്വാമികൾ വേറൊരു രീതിയിലാണ് ചെയ്തത്, അങ്ങനെയും കേൾക്കുന്നുണ്ട്. അപ്പം നമുക്ക് കേട്ട ചില കഥകൾ ഷെയർ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അപ്പം അങ്ങനെ ഗോവിന്ദമാരാരും അങ്ങനെയുള്ള മഹാനായ ഗോവിന്ദമാരാർ ഇവിടെ നിന്ന് പാടിയിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയൊക്കെ ഒന്ന് പറഞ്ഞത്. ഇനി അടുത്തത് കരീന്ദ്രൻ തമ്പുരാൻ. കരീന്ദ്രൻ തമ്പുരാൻ്റെ പ്രത്യേകത അത് വെരി ഇൻട്രസ്റ്റിംഗ്. സ്വാതിരുന്നാൾ ഇവിടെ കുട്ടിക്കാലത്ത് വന്നു എന്ന് പറഞ്ഞല്ലോ, ഇവിടെ വന്നു. അന്ന് 8-9 വയസ്സേ ഉള്ളൂ സായിരുന്നാൾ. അപ്പോൾ ചെറിയമ്മ, പാർവതി റാണി എല്ലാവരും ഉണ്ട്. അന്നത്തെ കുടുംബാംഗങ്ങൾ ഒക്കെ ഉണ്ട്. അന്ന് ഈ കുട്ടിയുണ്ട്, കരീന്ദ്രൻ എന്ന്. പിൽക്കാലത്ത് കരീന്ദ്രൻ എന്ന് സ്വാതിരുന്നാൾ ഇട്ട പേരാണ് കരീന്ദ്രൻ കേട്ടോ, ടൈറ്റിൽ കൊടുത്തതാ കരീന്ദ്രൻ. ഈ കുട്ടിയുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ ഇദ്ദേഹത്തിന് ഈ സ്വാതിരുന്നാളിൻ്റെ അതേ പ്രായ. ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് ഇദ്ദേഹം എന്ത് ചെയ്തു, ഈ അമ്പലങ്ങളിലൊക്കെ തൊഴാൻ വേണ്ടി. അപ്പോൾ ഈ നമ്മുടെ കാവിലും പോയി, വേട്ടയങ്കരം കാവിലും സ്വാതിരുന്നാൾ എല്ലാവരും കുടുംബാംഗങ്ങൾ തൊഴുന്നു. അപ്പോൾ ഈ കരീന്ദ്രൻ അല്ലെങ്കിൽ ഈ കുട്ടിക്കൊരു പ്രത്യേകതയുണ്ട്, ദ്രുതകവിയാണ്. നിമിഷ നേരം കൊണ്ട് കവിതകൾ ഉണ്ടാക്കി കളയും, ശ്ലോകങ്ങൾ ചെയ്യും, തുള്ളൽ കഥകൾ. ഇത് ഗംഭീരനാണ് കുട്ടി. സ്വാഭാവികമായിട്ടും ഈ ഒരേ ലെവലിൽ IQ ലെവലുള്ളവരൊക്കെ ഇത് പെട്ടെന്ന് അങ്ങ് അടുക്കും. അപ്പം സ്വാതിരുന്നാൾ ഇത് ആദ്യം വന്നപ്പോൾ മനസ്സിലായില്ല. അപ്പം അമ്പലത്തിൽ നിന്ന് ഇവരെല്ലാവരും നിൽക്കുമ്പോൾ ഈ കരീന്ദ്രൻ്റെ അമ്മ പറഞ്ഞു, ഉണ്ണി എന്തെങ്കിലും ഈ നമ്മുടെ ഈ ദേവനെക്കുറിച്ച്, വേട്ടയങ്കരപ്പനെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് ചൊല്ലൂ. അപ്പം അവിടെ നിന്നുകൊണ്ട് അതേ ഒരു ശ്ലോകം ചൊല്ലി. അതാണ് വിതത കുടിലകേശം വിദ്യുമാനിൻ തുലേശം കമലശരവിനാശം കാളമേഘ പ്രകാശം വനചരതനുമീശം വൈരിണാം കാലപാശം സുഖഹരിണപുരേശം ഭവേ പാർവതീശം സുഖഹരിണപുരേശം ഭവേ പാർവതീശം. സുഖഹരിണപുരേശം, കിളിമാനു, കിളികളും മാനുകളും ഒക്കെ ഊരെന്നുള്ളൊരു സംസ്കൃത പദമാണ് സുഖഹരിണപുരേശൻ. പുരേശൻ്റെ അധിപൻ ആയിട്ടുള്ള ശിവനെയും പാർവതിയും ഞാൻ വന്ദിക്കുന്നു, നമസ്കരിക്കുന്നു, അങ്ങനെയുള്ളൊരു ശ്ലോകം. ഇത് കേട്ടതോട് സ്വാതിരുന്നാളിനും വലിയ ഇപ്പോൾ കൊള്ളാലോ, ആള് കേമനാണല്ലോ, ഇവരങ്ങ് വലിയ സുഹൃത്തുക്കളായി.
പിന്നെ നടന്നത് ചരിത്രം. സ്വാതിരുന്നാൾ പോകുമ്പോൾ ഇദ്ദേഹം കൂടെ വന്നേ പറ്റും. കൂട്ടുകാരനെ അത്ര ഇഷ്ടമായി കൊണ്ട് അവിടെ കൊട്ടാരത്തിൽ എന്നോടൊപ്പം വരണമെന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ഈ ചെറിയമ്മയായ റാണിയും എല്ലാവരും ഇവിടുന്ന് ഈ കുഞ്ഞിനെ അവിടെ തിരുവനന്തപുരത്ത് വലിയ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. പിന്നെ ഇവർ ഒരുമിച്ചായിരുന്നു പഠനം, സംസ്കൃതവും അശ്വാഭ്യാസം ആയുധാഭ്യാസം ഇത് എല്ലാവരും ഒരുമിച്ച്. അങ്ങനെ മഹാരാജാവിന് ശേഷം ഇവരുടെ ഗുരുവായിരുന്നു ഇരമേൻ തമ്പി. മനസ്സിലായില്ലേ? പിൽക്കാലത്ത് ഗുരുവുമായി. അപ്പോൾ സ്വാതിരുന്നാൾ ഇരമേൻ തമ്പിയെ ആസ്ഥാന കവിയാക്കുന്നു. അതിനിടയ്ക്ക് ഗോന്തന്മാരാർ വന്ന് ഗോന്തന്മാരുടെ കഴിവിൽ ആകർഷണമായി ഷട്കാല എന്ന ടൈറ്റിൽ കൊടുത്ത് അദ്ദേഹത്തിന് ആസ്ഥാന ഗായകനാക്കി. ഇദ്ദേഹം വലിയ വിദ്വാനല്ലേ തമ്പുരാൻ, രാജരാജവർമ്മ ചെറുണി കോയിൽ തമ്പുരാൻ. അദ്ദേഹത്തിന് വിദ്വാൻ പട്ടം കൊടുത്തു. വിദ്വാൻ കോയിൽ തമ്പുരാൻ എന്നറിയപ്പെട്ടു തുടങ്ങി. ആര്? ഇനി കരീന്ദ്രൻ എന്നുള്ള പേര് അതും സ്വാതിരുന്നാൾ കൊടുത്തു. ഈ കരീന്ദ്രന് വേറൊരു രസമുണ്ട്. കരീന്ദ്രൻ ഇദ്ദേഹത്തിന് വേറൊരു പെറ്റ്നെയിമാണ്. അത് കരീന്ദ്രന് കറുത്ത നിറമുള്ള എന്നൊരർത്ഥമുണ്ട്. ആനയെപ്പോലെ ശക്തിയുള്ള എന്നുവെച്ചാൽ നല്ല യോദ്ധാക്കളും കൂടെ അവർ. അപ്പോൾ ഈ കരീന്ദ്രൻ തമ്പുരാന് ഒറ്റ കൈ കൊണ്ട് അത് എടുക്കുക ഇങ്ങനെയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. നല്ല യോദ്ധാവാണ്. അപ്പം ഇദ്ദേഹം സ്വാതിരുന്നാൾ അങ്ങനെ ഒരു പേര് കൊടുത്തു, കരീന്ദ്രൻ എന്നൊരു പേരും. അങ്ങനെ പിൽക്കാലത്തൊരു വിളിപ്പേര് കരീന്ദ്രൻ തമ്പുരാൻ. അത് ഇദ്ദേഹം തന്നെയാണ്. വിദ്വാൻ കോയിൽ തമ്പുരാനും കരീന്ദ്രൻ തന്നെയാണ്. ചെറുണ്ണി അല്ലെങ്കിൽ ചെറിയ ഉണ്ണി എന്നുള്ള ചെറുണ്ണി പറയുന്നത് രാജരാജവർമ്മ ചെറുണ്ണി കോയിൽ തമ്പുരാൻ അത് ശരിക്കുള്ള പേര്. അപ്പം ആ തമ്പുരാൻ്റെ കൂടെ ഇവിടെ ഓർക്കുകയാണ്. ആ തമ്പുരാൻ കരീന്ദ്രൻ തമ്പുരാൻ എഴുതിയ ഒരുപാട് തുള്ളൽ കഥകളൊക്കെ ഈ നാടകശാലയിൽ അരങ്ങേറിയിട്ടുണ്ട്. രാവണ വിജയം ആട്ടക്കഥ എഴുതിയതും ഈ തമ്പുരാനാണ്, രാജരാജവർമ്മ കരീന്ദ്രനാണ്. അപ്പോൾ കരീന്ദ്രൻ തമ്പുരാൻ്റെ രാവണ വിജയം ആട്ടക്കഥ അടക്കം എത്രയോ കലാരൂപങ്ങൾ തുള്ളൽ കഥകളൊക്കെ ഇവിടെ ആടിയിട്ടുണ്ട്. അപ്പം അതും പറയേണ്ടിയിരിക്കുന്നു. ഇനിയോ വേറെ ഒരു കാര്യം കൂടെയുണ്ട്. സ്വാതിരുന്നാൾ മഹാരാജാവ് ഏതാണ്ട് 32-33 വയസ്സിലെ നമ്മെ വിട്ടുപോയി. നേരത്തെ പോയി. ഇദ്ദേഹം അതേപോലെ ഈ ഏജിൽ തന്നെ തൊട്ട് പറയെ ഇവർ രണ്ടുപേരും അടുപ്പിച്ചടുപ്പിച്ചായിരുന്നു മരണം. അത്ര കൂട്ടുകാരായിരുന്നു. അപ്പോൾ അങ്ങനെയും ഒരു കണക്ടിവിറ്റി, ഇതൊക്കെ ചില ഇമോഷണൽ സംഭവങ്ങളാണ് നമുക്ക് മനസ്സിലായത്. ഞാനിതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഈ മഹാന്മാരൊക്കെ തന്നിട്ട് പോയതാണ്. അതുകൊണ്ട് ഇപ്പം എനിക്ക് ഇവിടെ നിങ്ങളോട് ഇത് പറയാൻ പറ്റുന്നു. ഈ നാടകശാല അപ്പോൾ എത്ര സജീവമായിരുന്നു എന്ന് ആലോചിക്കണം. തീർച്ചയായും. അതുപോലെ എത്രയോ ആൾക്കാർ. കരീന്ദ്രനും അദ്ദേഹത്തിന് കരീന്ദ്രൻ തമ്പുരാനും നമസ്കാരം, പ്രണാമം. അത് ഓർക്കാനിരിക്കുക വയ്യ. സ്വാതിരുന്നാൾ എല്ലാവരും. അപ്പോൾ നാടകശാല ഇതാണ്. ഇത് ശ്രീചക്രം, ഇത് പൂമുഖപ്പടി. അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ചോദ്യം, പൂമുഖപ്പടി അവിടെയല്ലേ വരേണ്ടത്? ഒരു കെട്ടിടത്തിൻ്റെ ഫ്രണ്ടിലല്ലേ പൂമുഖപ്പടി വരേണ്ടത്? ശരിയാണ്. ആദ്യകാലത്ത് 1752-53 അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ ആണ് നിങ്ങളിവിടെ വന്നിരുന്നെങ്കിൽ ഇതൊന്നുമില്ല. ആ വളച്ചുവാതിൽ കഴിഞ്ഞാൽ ഇതായിരുന്നു. ദിസ് വാസ് ദി ഫസ്റ്റ് എൻട്രൻസ്, അല്ലെങ്കിൽ അകത്തേക്കുള്ള പ്രധാനപ്പെട്ട കൊട്ടാരത്തിൻ്റെ പ്രവേശന കവാടം. അതുകൊണ്ട് ഇതിന് പൂമുഖപ്പടിയെന്ന്. 1800കളുടെ തുടക്കത്തിൽ സ്വാതിരുന്നാളൊക്കെ വരുന്ന സമയത്ത് ഈ നാടകശാല എക്സ്റ്റെൻഡ് ചെയ്തു. ഇങ്ങോട്ടൊരു എക്സ്റ്റൻഷൻ വന്നു, പഴയ മാളിക വന്നു. രവിവർമ്മയുടെ കാലഘട്ടത്തിൽ 1875, ഇയർ പറയാൻ വിട്ടുപോയതാണ്, 1870കൾക്ക് ശേഷമാണ് ചിത്രശാലയുടെ പണി വരുന്നത്. ഏകദേശം ഒരു 75 ഒക്കെ അയക്കാം. രവിവർമ്മ പണി കഴിപ്പിച്ചു ചിത്രശാല. അതായത് ഈ പഴയ മാളിക അവിടുന്ന് എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പോൾ വീണ്ടും ലെന്ത് കൂടി. രവിവർമ്മ തന്നെ ഇത് 1904 ഇത് പണി കഴിപ്പിച്ചു, പുത്തൻ മാളിക. പക്ഷേ ഏറ്റവും പഴക്കം ചേർന്ന ബ്ലോക്കാണ് ഇത്. അപ്പോൾ പൂമുഖപ്പടിന്ന് അന്ന് വിളിച്ചതുകൊണ്ട് പൂമുഖപ്പടിയെന്ന് തരുന്നത്. പിന്നെ ഉള്ള കാര്യം, അത് നേരത്തെ ഞാൻ പറഞ്ഞതാണ്, ആ മുറി അതായിരുന്നു വേലുത്തമ്പി ദളവയുടെ അവസാന അത്താഴം. അവിടെ ആ മുറിക്കകത്തിരുന്ന് അദ്ദേഹം ആഹാരം കഴിച്ചു എന്ന് പറയപ്പെടുന്നത്. ഇതൊക്കെ കാരണവന്മാർ പറഞ്ഞുള്ള അറിവാണ്. അത് ഇന്നും ഞങ്ങൾ പരിരക്ഷിച്ചിട്ടുണ്ട്. ഉത്സവ കാലഘട്ടങ്ങളിൽ പ്രത്യേകിച്ച് നമ്പൂരിമാർ, തന്ത്രിമാർ അവർക്കുള്ള ആഹാരം ഒക്കെ ശുദ്ധമായിട്ട് പാകം ചെയ്യുന്നതും വിശേഷങ്ങൾക്ക് വരുമ്പോൾ അതിനകത്ത് ഇപ്പോഴും പാകം ചെയ്യുന്നുണ്ട്. അവിടെ ഇരുന്നിട്ടാണ് അദ്ദേഹം അവസാനത്തെ അത്താഴം കഴിക്കുന്നത്. പിന്നെ ഇവിടുന്ന് രഹസ്യമാർഗത്തിൽ രക്ഷപ്പെട്ടാണ് മണ്ണടിയിലെത്തുന്നത്. പിന്നത്തെ ചരിത്രം അറിയാൻ ഞാൻ പറയുന്നത്. അപ്പം വേലുത്തമ്പി ദളവയുടെ സാന്നിധ്യത്തിനെ നമ്മളിവിടെ സ്മരിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ അവിടെ ഒരു ഡോറ് കണ്ടല്ലോ മേലിൽ, അത് നമ്മുടെ കാരണവന്മാരല്ല വലിയമ്പരാക്കന്മാർ അവിടെ വന്ന് ഇരിക്കും. ഡോറ് തുറന്ന് അവിടെ വന്ന് ഇരുന്നിട്ട് ഈ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, രാവിലെയൊക്കെ ഒരു 11 മണി സമയം ഒക്കെ ജനങ്ങളുടെ ഇപ്പം പാർവത്യ കാര്യക്കാർ, കാര്യസ്ഥന്മാർ, ഇവർ അന്നത്തെ ടൈറ്റിൽസ് അവരൊക്കെ ഉണ്ടാവും. ഈ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അതിൻ്റെയൊക്കെ ഒരു ഡിസിഷൻ മേക്കിംഗ് പോയിന്റും കൂടെ. അപ്പോൾ അവരുടെ രാവിലെ അതിൽ കേൾക്കുക, അതിലൊക്കെ അപ്പം തന്നെ നടപടികൾ എടുക്കുക. അപ്പം അങ്ങനെ
അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതൊക്കെയുള്ള കേട്ടറിവുകളാണ് ഞാൻ ഈ പറയുന്നത്. ഇതൊന്നും ഞാനൊരു പുസ്തകത്തിൽ വായിച്ചതല്ല. ഇതൊക്കെ നമ്മുടെ കുടുംബാംഗങ്ങളിൽ അവരുടെ ഓർമ്മകളിൽ നിന്ന് അവർ കേട്ട് വന്നത് നമ്മളെ ധരിപ്പിക്കുന്നതാണ്. അത് ഞാൻ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇത് പറയാൻ പറ്റുന്നു എന്ന് മാത്രം.